ഹേയ് അശ്വതിയാണേ. അപ്പം ഞാൻ ദേ ഇപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാവാട ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എൻ്റെ കയ്യിൽ വേറെ വലിയ തയ്യൽ മെഷീനൊന്നുമില്ല കേട്ടോ. ഞാൻ ദേ ഈ ഒരു മിനി സ്വിങ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അക്കിയാര എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആൻഡ് നമ്മുടെ സാരി ഇത് ഈ ഒരു സാരിയാണ് കേട്ടോ. നല്ല പിസ്ത ഗ്രീൻ ബോർഡർ വന്നിട്ട് പർപ്പിൾ ഷെയ്ഡാണ് അകത്ത് ബോഡിയിൽ വരുന്നത്. അതിൽ നമ്മുടെ പീക്കോക്ക് ഡിസൈനിൽ ഒരു മിററൊക്കെ വരുന്ന രീതിയിലുള്ള സിമ്പിൾ ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സാരി. ഇതിൽ നിന്നാണ് നമ്മൾ പാവാട സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ഫസ്റ്റ് നമ്മുടെ ആ മേളിൽ വരുന്ന ആ ബോർഡർ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് പട്ടയായിട്ട് അതാണ് കേട്ടോ പട്ടയായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ മേലത്തെ ഭാഗം മാത്രം ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. താഴെ സെയിം താഴെ അത് തന്നെ വരുന്നുണ്ട്. സോ മേളത്തെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടോപ്പ് പോർഷൻ ഞാൻ എന്തെങ്കിലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബോട്ടം സെയിം വരുന്നുണ്ട്. നമുക്ക് ഇനി മേളിൽ വരുന്നത് പട്ടയായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാനത് പകുതിയായിട്ട് മടക്കി അതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സോ ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ അടിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. സാരമില്ല, അത് പോട്ടെ. ഞാൻ വീണ്ടും അതിനെ മടക്കിയിട്ട് ആ ഒരു ലെങ്ത്തുള്ള പോർഷൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തവണ ഫുൾ ലെങ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും ഒന്നുകൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ സ്റ്റിച്ചിങ് ആയതുകൊണ്ടും എനിക്ക് എൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഒട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടും ഞാൻ ഒന്നുകൂടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ബാക്കി പോർഷനും പട്ടയായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് കാണിച്ചു തരാം. ആസ് എ ബിഗിനർ ഞാൻ ചെയ്യുന്നതാണ്. സോ എന്നെപ്പോലെ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിത് കണ്ടത് നമ്മുടെ ആസ്വി മലയാളത്തിലെ അശ്വതി ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടാണ്. സോ ചേച്ചി സിമ്പിളായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ പട്ട ഫുള്ളൊന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി ആ മടക്കിയ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ എഗെയിൻ ആ പകുതി വീണ്ടും ഒന്നും കൂടി മടക്കുക. അങ്ങനെ 4 പോർഷനായിട്ട് എടുക്കുക. അടുത്ത സെയിം നമ്മൾ പട്ടയിൽ ചെയ്തതുപോലെ തന്നെ സ്കേർട്ടിൽ പകുതി എടുക്കുക. പകുതി എടുത്തിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത ആ ഒരു പകുതി പോർഷൻ വീണ്ടും ഒന്നും കൂടി പകുതിയാക്കിയിട്ട് എഗെയിൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ഫുൾ പീസ് നമ്മൾ 4 ആക്കി മാറ്റുകയാണ്. നമുക്ക് പ്ലീറ്റ് എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു സൈസിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എടുക്കുന്നത്. അടുത്ത നമ്മൾ പട്ടയും നമ്മുടെ ബാക്കി പോർഷനും കൂടി ഒന്ന് പ്ലീറ്റ്സ് എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് പിൻ ചെയ്ത് വെക്കുക. നമുക്ക് അല്ലാണ്ട് അടിച്ചു പോകാൻ എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഞാനത് പിൻ ചെയ്ത് വെക്കുകയാണ്. സോ ആ ഒരു ഫസ്റ്റ് പോർഷൻ പട്ടയിൽ നമ്മുടെ ആദ്യത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻ എടുക്കുക. അതേ കണക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്കി പോർഷനിലൂടെ എടുത്ത് വയ്ക്കുക. സോ ആദ്യത്തെ രണ്ടും ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ആ ഫസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നതും രണ്ടും കൂടി ആ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഭാഗവും അവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനിടയിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുക. അപ്പം കറക്റ്റായിട്ട് 4 പോർഷൻ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് 4 പോർഷൻ കറക്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനത് പറഞ്ഞ പോലെ നമ്മുടെ ആസ്വി മലയാളത്തിൽ അശ്വതി ചേച്ചി ചെയ്ത് കാണിച്ച ഒരു സിമ്പിൾ ട്രിക്കാണ്. അപ്പം ഈസി ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാവാട സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് പോലും എനിക്കൊരു 1 അവർ ആ ഒരു ടൈം മാത്രമേ എടുത്തുള്ളൂ. അതിനുള്ളിൽ ഞാൻ തയ്ച്ച് തീർന്നു. സോ അത്രയ്ക്ക് സിമ്പിളായിട്ട് ഒരു ബിഗിനറിന് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഫുള്ള് ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 4 പോർഷനാക്കി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് നമ്മൾ ആ അത്രയും ഫസ്റ്റ് പോർഷൻ എടുക്കുക. അത് ഒന്ന് പ്ലീറ്റ് എടുത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഒരു 2-3 പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാൽക്കുലേഷൻ കിട്ടും, കറക്റ്റ് അളവ് കിട്ടും. പിന്നെ ബാക്കി പെട്ടെന്ന് എടുത്തു പോകാവുന്നേ ഉള്ളൂ. എടുത്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു മുട്ടുപിൻ വെച്ച് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം ഒന്ന്. കാരണം ഇല്ലെങ്കിൽ അത് പോവും. പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ നേരത്ത് ഓരോ മുട്ടുപിന്നായിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായിരിക്കും എളുപ്പം. ശരിക്കും പറഞ്ഞാൽ അതിന് 1 മണിക്കൂറൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാവാട തയ്ക്കുന്നത്. സോ അതുകൊണ്ടെടുത്ത ഒരു ലാഗാണ്. കാരണം കട്ട് ചെയ്യാനും പ്ലീറ്റ്സ് ഇതുപോലെ എടുക്കാനും ഒക്കെ എനിക്ക് അത്യാവശ്യം സമയം എടുത്തു. അല്ലാതെ തയ്ക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഒരു പാവാട തയ്ക്കുന്നത് എന്ന് തോന്നും. പക്ഷേ ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ തയ്ക്കാനേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ
പാകപ്പിഴകളും ഇതിലുണ്ട്. ഓരോ അളവൊക്കെ തെറ്റിയിട്ടുണ്ട്. ആ ഒരു പ്ലീറ്റ്സ് എടുത്തതിൻ്റെ അളവൊക്കെ തെറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് എനിക്കിതെല്ലാം ഇങ്ങനെയൊക്കെ വെച്ചപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒന്നും ഞാൻ ആദ്യമായിട്ട് തയ്ക്കുന്നൊരു സാധനമാണ്. അപ്പം അതിൻ്റേതായ തെറ്റൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് ഫുൾ എടുക്കുക. പിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോഴത്തേക്കും ആ പ്ലീറ്റ്സ് ഒന്നും പോകത്തില്ല. ഇനി നമ്മളത് എടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇതേ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. ഓരോ പിന്നായിട്ട് മാറ്റി കൊടുക്കുക. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. സോ ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര ഉറപ്പുള്ളതുകൊണ്ട്, വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ 2 തവണ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പ്ലീറ്റ്സ് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് എല്ലാം ചെറിയ ചെറിയ അളവിന് വ്യത്യാസം ഉണ്ടെങ്കിലും ഫുള്ള് അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആ ഹൂക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് താഴെ നമുക്ക് വെയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വെച്ചിട്ട് വേണം നമുക്കത് കൂട്ടി ഫുള്ളൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അതൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇവിടെയും ഞാൻ 2 തയ്യൽ തയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫുള്ള് ഒന്ന് കൂട്ടി ഫുൾ ലെങ്ത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടുത്തത് നമുക്ക് ആ ബക്കിൾ കയറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ ചെയ്യാനാണ്. എനിക്കതിൻ്റെ പേരൊന്നും അങ്ങനെ കൂടുതൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു പോർഷൻ നമുക്കൊന്ന് ചെയ്യാം. സോ ഇതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ഒന്നും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ടില്ല. പിന്നെ ആ ഒരു നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആദ്യമേ ഞാൻ ഇത്ര വലിയ പീസൊക്കെ എടുത്ത് ചെയ്തു. ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കുറേയൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്ര വലിയ പീസൊന്നും വേണ്ടല്ലോ. നമ്മുടെ പട്ടയിൽ അതിനെക്കാട്ടിയും ചെറിയ സൈസ് പോരും. ഞാൻ ആദ്യം എന്തിനോ വേണ്ടി ഇത്രയും വലുതൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് എന്തായാലും ഇത്രയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പട്ടയിലോട്ട് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തിട്ട് ബക്കിളൂടി ഒന്ന് തുന്നി ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ബക്കിളും ആ ഒരു പോർഷനും എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ആ പ്ലീറ്റ്സിൻ്റെയൊക്കെ ഒരു അളവ് വ്യത്യാസം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പ് വെച്ചിട്ട് ഞാൻ പെയർ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്രയൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ. താങ്ക് യു ഓൾ.